അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ് നാം വായിച്ചത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളെയും ഗതികളെയും വേദനകളെയും വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യായമാണ് യെശയ്യാവ് 53 എന്നുള്ളത്. നാം ഈ അധ്യായം ആദ്യം മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം നേരിട്ട് കണ്ട് എഴുതുന്ന അതേ തീവ്രതയോടുകൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേദനകളെ ഇവിടെ യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ 53-ന്റെ 12-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുന്നു. ഒന്നാമതായിട്ട് അവിടെ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്തിനു വരുന്നു എന്നുള്ളത്, അവൻ അനേകരുടെ പാപം വഹിക്കുന്നു, അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിൽക്കുന്നു. അത് തന്നെയാണ് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൂതൻ യോസേഫിന് പ്രത്യക്ഷനായിക്കൊണ്ട് പറയുകയാണ്, ഇവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് ഇവന് യേശു എന്ന് പേരിടുന്നു. തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ പത്രോസ് തന്റെ ലേഖനങ്ങളിൽ എഴുതുകയാണ്, തന്റെ ശരീരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ എന്നുള്ളത്. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ അതിൽ പറഞ്ഞു, പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സർവ്വജനത്തിന്റെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരികയാണ്. അതോടൊപ്പം അവൻ നീതിമാനായ പരിശുദ്ധനായ ദൈവവും പാപികളായ മനുഷ്യരും തമ്മിൽ ഉള്ള അന്തരം നീക്കുവാനായിട്ട് താൻ അതിന്റെ മധ്യത്തിൽ ഇടനിൽക്കുന്ന ഒരു രംഗവും നാം കാണുന്നതായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം താൻ എങ്ങനെയാണ് നിറവേറ്റിയതെന്ന് ഇവിടെ നാം കാണുന്നു. തന്റെ പ്രാണനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് നാം തന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്. സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുന്നു. സർവ്വജനത്തിനു വേണ്ടി ഒരിക്കലായിട്ട് സർവ്വജനത്തിനുള്ള വലിയൊരു യാഗം, തന്റെ സമ്പൂർണമായിട്ടുള്ള ഒരു യാഗം ആ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു വഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. അത് ചില പരിഭാഷകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തന്നെത്താൻ എന്നുള്ളതാണ്. ഈ ഒരു അധ്യായത്തിൽ തന്നെ ഏകദേശം 5ഓളം തവണ ആ ഒരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 4-ാം വാക്യത്തിൽ കാണുന്നു, തന്നെത്താൻ താനൊരു അകൃത്യ യാഗം രോഗങ്ങളെ വഹിച്ചു എന്നുള്ളത്. 7-ാം വാക്യത്തിൽ നാം കാണും തന്നെത്താൻ താഴ്ത്തി എന്നുള്ളത്. ആ ഒരു ചിന്ത നാം കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. അതിനോടൊപ്പം അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നു, തന്നെത്താൻ നമ്മുടെ ഒരു പാപയാഗമായി തീർന്നു എന്ന് നാം കാണുന്നു. വീണ്ടും 12-ാം വാക്യത്തിൽ നാം 2 തവണ കാണുന്നു, തന്നെത്താൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു എന്ന് നാം കാണുന്നു. തന്നെത്താൻ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണുന്നു. ആ രീതിയിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് തന്നെത്താൻ ഒരുക്കിയ, തന്നെത്താൻ തയ്യാറായി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു. മൂന്നാമതായിട്ട് താൻ വന്നതിന്റെ ഉദ്ദേശത്തെ നിറവേറ്റിയപ്പോൾ പിതാവ് തനിക്ക് ഒരുക്കിയിരിക്കുന്ന ആ ബഹുമതി, തനിക്ക് ലഭിച്ച അംഗീകാരമാണ് അതിന്റെ ആദ്യ വാക്യത്തിൽ നാം കാണുന്നത്. വലിയൊരു യുദ്ധം, വലിയൊരു ശത്രുവിനെ ജയിക്കുമ്പോൾ ഒരു യോദ്ധാവായ രാജകുമാരനെ രാജാവ് എങ്ങനെയാണോ അംഗീകരിക്കുന്നത്, ആ രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു വലിയൊരു യുദ്ധം ശത്രുവിന്മേൽ, പാപത്തിന്മേൽ, പിശാചിന്റെ മേൽ വലിയൊരു ജയം നേടിയതുകൊണ്ട് പിതാവായ ദൈവം തന്നെ ഏറ്റവും ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുന്നു. അത് തന്നെയാണ് നാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സർവ്വനാമത്തിനും മേലായ നാമം നൽകി എന്ന് നാം വായിക്കുന്നു. യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ അതിന്റെ 5-ാം അധ്യായത്തിൽ നാം കാണുന്നു, സർവശക്തന്റെ വലങ്കയിൽ 7 മുദ്രകളിൽ മുദ്രയിട്ടപ്പെട്ട ഒരു പുസ്തകം കാണുന്നു. അത് തുറക്കാനോ അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായി ആരെയും കാണുന്നില്ല എന്ന് അത്യുച്ചത്തിൽ ഒരു ദൂതൻ പ്രസ്താവിക്കുകയാണ്. എന്നാൽ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ
അവിടെ ഒരു മൂപ്പൻ പറയുകയാണ്, പുസ്തകത്തിന്റെ പുസ്തകം തുറക്കുവാനും അതിന് മുദ്ര പൊട്ടിക്കാനും യോഗ്യനായിട്ടുള്ള ദാവീദിന്റെ വേരും യഹൂദഗോത്രത്തിന്റെ സിംഹവുമായവൻ അതിന് ജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. ആ രീതിയിൽ ആ ജയം പ്രാപിച്ച, മരണത്തിന്മേൽ ജയം പ്രാപിച്ച, പാപത്തിന്മേൽ പിശാചിന്മേൽ ജയം പ്രാപിച്ച കർത്താവായ യേശു ക്രിസ്തു സകല പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യനാണ്. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി സർവനാമത്തിന് മേലായി നാം നൽകി അംഗീകരിച്ചിരിക്കണം. അതിലെ സർവസ്തുതി സ്തോത്രം ബഹുമാനവും പുകഴ്ചയും പുത്രനെ നമുക്ക് അർപ്പിക്കാം. അതിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനെല്ലാം കാരണമായി തീർന്നത് ആ ഓർത്തുപോലെ ദൈവത്തിന് നമ്മളുടെ മേൽ ഉദിച്ച ആ മഹാസ്നേഹമാണ്, നിത്യമായ സ്നേഹം, ദിവ്യമായ സ്നേഹം. ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ദൈവം നാമം മഹത്വപ്പെടുവാൻ.